ഡി സതീശൻ ഒരിക്കലും ആകാൻ സാധ്യതയില്ലെന്നാണ്. അതിൽ കോൺഗ്രസിനെ കുറിച്ച് വളരെ നന്നായിട്ട് അറിയാവുന്ന പത്മജ വേണുഗോപാലൊക്കെ വർഷങ്ങളായി കഴിഞ്ഞ മാസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഏറ്റവും ഒടുവിൽ സതീശനും പറ്റിക്കപ്പെടും എന്നുള്ളതാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ തന്നെ ഒരു വലിയ സംഭവവികാസമുണ്ട്. ആ സംഭവവികാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എറണാകുളം ജില്ലയിൽ നിന്നായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ളത് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. അപ്പൊ തന്നെ എം ലിജുവിനെ പോലെയുള്ള ആളുകൾ അതിനെതിരെ വന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് ആ ചർച്ച അവസാനിച്ചു. ഇനി രണ്ടാമത്തെ കാര്യം എന്താ, യഥാർത്ഥത്തിൽ കോൺഗ്രസിന് മത്സരിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ ഏതാണ്ട് 70-75% സ്ഥാനാർത്ഥികളെയും തീരുമാനിച്ചിട്ടുള്ളത് കെ സി വേണുഗോപാലാണ്. ഒരു 20 സ്ഥാനാർത്ഥികൾ മാത്രമേ യഥാർത്ഥത്തിൽ ഈ പറയുന്ന മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾ മാത്രമേ വി ഡി സതീശന്റെ കാര്യത്തിലുള്ളൂ, ലിസ്റ്റിലുള്ളൂ. ബാക്കിയുള്ള ഒരു കുറച്ച് പേർ യഥാർത്ഥത്തിൽ അടൂർ പ്രകാശിന്റെ ഉണ്ട്, അതുപോലെ കുറച്ച് പേർ മറ്റ് നേതാക്കന്മാരൊക്കെ അടക്കമുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളെല്ലാം തന്നെ ശ്രമിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് നേരത്തെ തന്നെ മുൻകൂട്ടി ഇവരിൽ എത്ര പേർ ജയിച്ചു വരും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ നാളെ വി ഡി സതീശന്റെ 20 പേര് ജയിച്ചു വരും, മറ്റേ ഇപ്പം തൊട്ടപ്പുറത്തെ ആളുടെ 5 പേരെ ജയിച്ചു വരുള്ളൂ അല്ലെങ്കിൽ 15 പേരെ ജയിച്ചു വരുള്ളൂ എങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് ഭൂരിപക്ഷം കിട്ടിയേക്കാം. പക്ഷെ അതിനുള്ള സാധ്യതകൾ കുറവാണ്.